ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് കോംബോ ബോക്സ് കോളം ട്രാക്കർ. ഇവിടെ ഷീറ്റ് 1-ൽ 3 കോളം ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഡ്രിങ്ക്സ്. ഇവിടെ ഡാറ്റ എൻട്രി ഫോം തയ്യാറാക്കണം. ഡെവലപ്പർ ടാബ്, അതിനുശേഷം വിഷ്വൽ ബേസിക്, അതിനുശേഷം ഇൻസേർട്ട്, യൂസർ ഫോറം. യൂസർ ഫോറത്തിൻ്റെ സൈസ് കുറച്ച് വലുതാക്കി ഇവിടെ. ഓക്കെ. അതിനുശേഷം പ്രോപ്പർട്ടീവിൻ്റെ ബാക്ക് കളർ ഇവിടെ വൈറ്റ് കൊടുക്കുക. ബോർഡർ സ്റ്റൈൽ സിംഗിൾ. ഫോണ്ട് ഇവിടെ കൊടുക്കേണ്ടത് സൈസ് 12. അതിനുശേഷം കാംബ്രിയ. ഓക്കെ. ഇതിവിടെ വേണ്ടത് എന്താ, ഒരു കോംബോ ബോക്സ് വേണം. കോംബോ ബോക്സ്. ഓക്കെ. അതിനുശേഷം വേണ്ടത് ഒരു ടെക്സ്റ്റ് ബോക്സോ. ഓക്കെ. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ലൈൻ സെൻറ്ററിൽ ആക്കാം ഇവിടെ. ബോർഡർ സ്റ്റൈൽ സിംഗിൾ. ഓക്കെ. ടെക്സ്റ്റ് ബോക്സ് 2. ഓക്കെ. അതിനുശേഷം ഇവിടെ വേണ്ടത് എന്താ, ഒരു കമാൻഡ് ബട്ടണാണ്. ഓക്കെ. കമാൻഡ് ബട്ടൺ ബാക്ക് സ്റ്റൈൽ ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക. ഓപ്ഷന് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. ഇതിപ്പോൾ യൂസർ ഫോറം സെൻട്രലിലെ ലോജിനായി വരും. നമുക്ക് വലത്ത് ഭാഗത്തേക്ക് നീക്കണേ ഇത്. അതിനു വേണ്ടി സെൻറ്റർ ഓണർ എന്ത് ചെയ്യുക, മാനുവലാക്കുക. അതിനുശേഷം ടോപ്പ് ഇവിടെ എത്ര കൊടുക്കേണ്ടത്, ടോപ്പ് 100 കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് 500. ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ. വലത്ത് ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത് ഇപ്പം. അതിനുശേഷം ഡെവലപ്പർ ടാബ്, ഇൻസേർട്ട്, കമാൻഡ് ബട്ടൺ. ഇവിടെ ഒരു കാൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടി വിൻഡോ. ബാക്ക് സ്റ്റൈൽ ഇവിടെ ഏതാ, യെല്ലോ കൊടുക്കുക. ക്യാപ്ഷൻ, ഷോ ഫോം. ഓക്കെ. ഡബിൾ ക്ലിക്ക്, യൂസർ ഫോറം 1.show. ഓക്കെ. അതിനുശേഷം ഡെവലപ്പർ ടാബ്, ഡിസൈൻ മോഡ് ക്ലിക്ക്. ഓക്കെ. ഇനി ഓക്കെ. ഇവിടെ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, കോംബോ ബോക്സ് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് യൂസർ ഫോറം, ഇനീഷ്യലൈസ് പ്രൊസീജിയർ. അതുമായിട്ട് വേരിയബിൾ എടുക്കാം. dim I as integer for I equal 1 to application dot worksheet function dot worksheet function dot count. ഇവിടെ കൗണ്ട് ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നത് ഷീറ്റ് 1 ഡോട്ട് റേഞ്ച്. ഇവിടെ കോളം റോ അഡ്രസ് കൊടുക്കുന്നത് 1 ഡബിൾ കോഡ് 1 കോളൻ 1 ഡബിൾ കോഡ്. ഓക്കെ. അതിനുശേഷം മീ ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് ആഡ് ഐറ്റം ഷീറ്റ് 1 ഡോട്ട് സെൽസ് റോ അഡ്രസ് 1 കോമ ഇനി കോളം അഡ്രസ് ഐ ഇവിടെ
ഐ ലൂപ്പ്. അതിനുശേഷം നെക്സ്റ്റ് ഐ me dot combobox 1 dot set focus. അതിനുശേഷം me dot combobox 1 dot drop down. ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രൂട്ട് വെജിറ്റബിൾ ഡ്രിങ്ക്സ്, വെജിറ്റബിൾ ഫ്രൂട്ട്സ്. ഓക്കെ, ഇവിടെ ഇനി ഇവിടെയുള്ള ഏതാ ടെക്സ്റ്റ് ബോക്സാ. ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യണം. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഈക്വൽ strconv. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 കോമ VB പ്രോപ്പർ കേസിലേക്ക് മാറ്റണം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം. ഈ രണ്ടിൻ്റെ സൈസ് ചെക്ക് ചെയ്യുക. 25 വേണം. ഓക്കെ, ഇവിടെ വേണ്ട സബ്മിറ്റ് ബട്ടണോ. dim I as integer. I equal me dot combobox 1 dot list index +1 കൊടുക്കുന്ന combobox list index സ്റ്റാർട്ടിങ് 0 മുതലോ. +1 കൊടുത്താൽ 1 ആയി. അതിനുശേഷം ഷീറ്റ് 1 ഡോട്ട് സെൽസ്. അതിനു മുമ്പായിട്ട് ഈഫ് വേണം ഇവിടെ. ഈഫ് ഷീറ്റ് 1 ഡോട്ട് സെൽസ് 1 ഇവിടെ റോ അഡ്രസ്സായി. ഇനി കോളം അഡ്രസ്സ് ചെയ്ത് ഐ ഈക്വൽ മീ ഡോട്ട് കോംബോബോക്സ് 1. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്ന് എന്ത് ചെയ്യണം. മീ ഡോട്ട് കോംബോബോക്സ് 1 dot sheet 1 dot cells 10,000,000 10,00,000 കോമ ഐ എന്തായി കോളം അഡ്രസ്സായി. ഡോട്ട് എൻഡ് എക്സൽ അപ്പ് dot dot offset 1,0 ഈക്വൽ ചെയ്താ മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1. അതിനുശേഷം എൻഡീഫ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. കോംബോ ബോക്സ് ക്ലിയർ ചെയ്യണം. കോംബോ ബോക്സ് അല്ല, ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യണം. ടെക്സ്റ്റ് ബോക്സ് ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം മീ ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് സെറ്റ് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രൂട്ട് കൊടുക്കുക, വെജിറ്റബിൾ ഫ്രൂട്ട്. ഓക്കെ, ഫ്രൂട്ട് ഏതാ ആപ്പിൾ കൊടുക്കണം. ആപ്പിൾ സബ്മിറ്റ്. ഇനി ഇവിടെ ഏതാ വെജിറ്റബിൾ കൊടുക്കുക, കേബേജ്. ഓക്കെ, കേബേജ്. ഇനി ഡ്രിങ്ക്സാ പെപ്സി. ഓക്കെ, നമുക്കിന്ന് ഇവിടെ ഹെഡർ ഒന്ന് കൂടുതലാക്കാം. ഒരു 2 കൂടി ഇവിടെ കൂട്ടാം. ഓക്കെ, ഒന്നാമത്തേത് കോസ്മെറ്റിക് കൊടുക്കുക, കോസ്മെറ്റിക്. രണ്ടാമത്തത് ഇലക്ട്രോണിക്സ്. ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഡ്രിങ്ക്സ്, കോസ്മെറ്റിക്, ഇലക്ട്രോണിക്സ്. ഇത് ടോപ്പ് ഡേറ്റാ. ഇലക്ട്രോണിക്സ് കൊടുക്കുക.
VCD പ്ലെയർ. കറക്റ്റ്. ഇനി ഇവിടെ ഏതാ കോസ്മെറ്റ് കൊടുക്കുക. പൗഡർ. കറക്റ്റ്. ഇനി ഇവിടെ ഏതാ ഡ്രിങ്ക്സ് കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ്. സബ്മിറ്റ്. ഓക്കെ. ഫ്രൂട്ട് കൊടുത്താലോ? ഫ്രൂട്ട്. ഓറഞ്ച്. ഓറഞ്ച്. സബ്മിറ്റ്. ഓറഞ്ച്. ഓക്കെ, ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.